മറ്റൊരു വാർത്ത, കേരള കോൺഗ്രസ് എമ്മിന് UDF ആണ് നല്ലതെന്ന രമേശ് ചെന്നിത്തലയുടെ പരാമർശമാണ്. മുന്നണി വിപുലീകരണത്തിലുള്ള ചർച്ചകൾ തുടങ്ങിയെന്ന് സമ്മതിക്കുന്നില്ലെങ്കിലും വാതിലുകൾ തുറന്നിട്ടിരിക്കുന്നുവെന്നാണ് ചെന്നിത്തല പറയുന്നത്. ന്യൂസ് 18 സീനിയർ എഡിറ്റർ മഞ്ജുഷ് ഗോപാലുമായി സംസാരിക്കുകയായിരുന്നു ചെന്നിത്തല. പക്ഷെ അങ്ങനെ വരുമ്പോഴും ഇപ്പോഴത്തെ ഈ സംവിധാനം വെച്ച് UDFന്റെ ഈ സംവിധാനം വെച്ചുകൊണ്ട് തന്നെ 2026 തെരഞ്ഞെടുപ്പിനെ നേരിടാം എന്നുള്ളത് ഒരു അമിതമായ ആത്മവിശ്വാസമല്ല. ഒരു UDF യോഗം പോലും ചേരാറുണ്ടോ? ഒരിക്കലുമില്ല. എന്തുകൊണ്ടല്ല? താങ്കൾക്ക് ആ ഒരു ആത്മവിശ്വാസക്കുറവുണ്ട്. അതുകൊണ്ടാണ് ആദ്യം തന്നെ പറഞ്ഞത് കോൺഗ്രസും UDFുമാണ് അത് മനസ്സിലാക്കേണ്ടതെന്ന്. കേരളത്തിലെ കോൺഗ്രസും UDFും ഒറ്റക്കെട്ടായി നിന്ന് പ്രവർത്തിക്കണം. പലപ്പോഴും ഭിന്നസ്വരങ്ങൾ ഞങ്ങളുടെ ഇടയിൽ ഉണ്ടാകാറുണ്ട്. അത് ഒഴിവാക്കിയാൽ ജനങ്ങൾ തയ്യാറാണ്. അതുകൊണ്ട് മുന്നണി വിപുലീകരണം ഒന്നൊരു വിഷയമല്ല. ഇത് ജനങ്ങളുടെ ഇടയിൽ UDFനും പ്രതിച്ഛായയുണ്ട്. ഇപ്പം LDFിലെ ഘടകകക്ഷികൾ കൂടുതലുണ്ടെന്നുണ്ട്. അവിടെ യാതൊരു സ്വാതന്ത്ര്യം ആർക്കുമില്ല. ഇപ്പോൾ ജോസ് കെ മാണി ഞങ്ങളുടെ കൂടെ ആയിരുന്നെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ ഇപ്പോൾ അഭിപ്രായത്തെ പുറത്ത് പറഞ്ഞേനെ ഇപ്പോൾ പറയുന്നുണ്ടോ? വന നിയമത്തിൽ ഭേദഗതി വരുത്തുന്നു, ആരെങ്കിലും മിണ്ടുന്നുണ്ടോ? ഇവിടെ വന്യജീവി കർഷകരെ ഒന്നൊന്നായി കൊന്നുകൊണ്ടിരിക്കുന്നു, അവർ മിണ്ടുന്നുണ്ടോ? എത്രയോ വിഷയങ്ങൾ സർക്കാരിനെതിരായിട്ടുണ്ട്. അവരെന്താ അതേസമയം UDFിലായിരുന്നവർക്ക് മിണ്ടാമായിരുന്നു. കാരണം UDF ആരുടെയും അഭിപ്രായത്തെ കൂച്ചുവിലങ്ങിടുന്നില്ല. ഒരു ജനാധിപത്യ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന സംവിധാനമാണ് UDF. പക്ഷേ LDFിൽ പറയാൻ പറ്റില്ല അവർക്ക്. LDFിനകത്തുള്ള ഏതെങ്കിലും കക്ഷി അവരുടെ അഭിപ്രായം പുറത്ത് പറയുമായിരുന്നു. ആകെ പറഞ്ഞുകൊണ്ടിരുന്ന കാനൻ്റായിരുന്നില്ല. അദ്ദേഹത്തിന് ശേഷം ആരും പറയാറില്ല. അപ്പോൾ അതാണ് UDFും LDFും തമ്മിലുള്ള വ്യത്യാസം. അതായത് കേരള കോൺഗ്രസ് എമ്മിന് നല്ല പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് UDF ആണ്. അത് അവർ തിരിച്ചറിയണം. അത് തിരിച്ചറിയുന്നില്ലല്ലോ. അവരറിയുകയാണെങ്കിൽ നല്ല കാര്യം. അറിഞ്ഞില്ലെങ്കിലും ഞങ്ങൾക്ക് ഈ സംവിധാനത്തിലൂടെ അധികാരത്തിൽ വരാൻ കഴിയും എന്ന വിശ്വാസമാണ് എനിക്കുള്ളത്. ഇതാണ് വളരെ പ്രധാനമായി രമേശ് ചെന്നിത്തല പറഞ്ഞത്. കേരള കോൺഗ്രസ് എമ്മിന് UDF ആണ് നല്ലതെന്ന് രമേശ് ചെന്നിത്തല പറയുകയാണ്. കാരണം കേരള കോൺഗ്രസ് എമ്മിനെയും RJDയെയും ഒക്കെ UDFിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ ഇത്തരത്തിൽ പുരോഗമിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. മഞ്ജുഷ് ഗോപാലുമായി നടത്തിയ അഭിമുഖത്തിലാണ് രമേശ് ചെന്നിത്തല ഈ വിവരങ്ങൾ പങ്കുവച്ചത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് കേരള കോൺഗ്രസ് എമ്മിനെയും RJDയെയും മുന്നണിയിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ സജീവമാക്കി കോൺഗ്രസ്. മുസ്ലിം ലീഗിന്റെ പിന്തുണയോടെയാണ് കോൺഗ്രസിന്റെ നീക്കങ്ങൾ. BJPയിലെ അസംതൃപ്തരെയും നേതൃത്വം ലക്ഷ്യമിടുന്നു. അതേസമയം സ്വാധീനം ഉറപ്പിക്കുന്നതിനുള്ള അവസരമാക്കി മുന്നണി വിപുലീകരണ ചർച്ചകളെ മാറ്റാനുള്ള മത്സരത്തിലാണ് പ്രതിപക്ഷ നേതാവ് VD സതീശനും രമേശ് ചെന്നിത്തലയും. അധികാരത്തിലെത്താൻ മുന്നണി വിപുലീകരണം അനിവാര്യമാണെന്ന തിരിച്ചറിവിലാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ ചടുലമായ നീക്കങ്ങൾ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി നേരിട്ട മധ്യ കേരളത്തിൽ കേരള കോൺഗ്രസ് തിരിച്ചു വന്നാൽ പഴയ പ്രതാപത്തിലേക്ക് എത്താമെന്നാണ് പ്രതീക്ഷ. പാർട്ടി ആവശ്യപ്പെട്ടിട്ടും മന്ത്രിമാറ്റത്തിന് തയ്യാറാകാത്ത NCPയെ ചൂണ്ടിക്കാണിച്ചാണ് ചർച്ചകൾ. എന്നാൽ കേരള കോൺഗ്രസിന്റെ ഒരു വിഭാഗത്തിന് മുന്നണി വിടുന്നതിനോട് യോജിപ്പില്ല. മന്ത്രിസഭയിൽ പ്രാതിനിധ്യം ഉണ്ടായിരിക്കെ മറിച്ചൊരു തീരുമാനം ഇപ്പോൾ എടുക്കുന്നതിൽ അർത്ഥമില്ലെന്നാണ് റോഷി അഗസ്റ്റിന്റെയും അനുകൂലികളുടെയും നിലപാട്. മാണി വിഭാഗത്തെ ഒപ്പമെത്തിക്കാനുള്ള ശ്രമങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത് ചെന്നിത്തലയും ലീഗ് നേതൃത്വവും സംയുക്തമായാണ്. ഇടതുമുന്നണിയുമായി മനപ്പൊരുത്തം നഷ്ടപ്പെട്ട MV ശ്രേയംസ് കുമാറിന്റെ RJDയുമായും കോൺഗ്രസ് നേതൃത്വം ചർച്ചകൾ തുടങ്ങി. പാർട്ടികളെ മാത്രമല്ല ഇടതുമുന്നണിയിലെ അസംതൃപ്തരായ നേതാക്കളെയും UDFിലേക്ക് എത്തിക്കാൻ ശ്രമമുണ്ട്. മന്ത്രിസ്ഥാനത്തിന്റെ പേരിൽ മുന്നണിയുമായി അകന്ന തോമസ് കെ തോമസിനെ ഒപ്പം കൂട്ടണമെന്ന അഭിപ്രായമുള്ളവരുമുണ്ട്. PV അൻവറിനെയും അദ്ദേഹത്തോട് അടുപ്പമുള്ള ഇടത് MLAമാരെയും UDF ലക്ഷ്യമിടുന്നുണ്ട്. അതേസമയം അൻവറിന്റെ കോൺഗ്രസ് പ്രവേശനം സംബന്ധിച്ച സസ്പെൻസ് ഇപ്പോഴും തുടരുകയാണ്. ദേശീയ നേതൃത്വത്തിന്റെ അറിവോടെ രമേശ് ചെന്നിത്തല തന്നെയാണ് ഈ ചർച്ചകൾക്ക് ചുക്കാൻ പിടിക്കുന്നത്. BDJSനെ വലത് ചേരിയിലെത്തിക്കാനുള്ള ശ്രമങ്ങൾക്ക് ചരടുവലി നടത്തുന്നത് പ്രതിപക്ഷ നേതാവ് VD സതീശൻ തന്നെ. NSSും SNDPയും ഉൾപ്പെടെയുള്ള സാമുദായിക സംഘടനകൾ അകലം മറന്ന് വലതുപക്ഷത്തോട് അടുക്കുന്നത് ഇടതുമുന്നണിയിലെ അസംതൃപ്തരായ ഘടകകക്ഷികളുടെ മനസ്സിളക്കുമെന്ന പ്രതീക്ഷയും കോൺഗ്രസ് ക്യാമ്പിലുണ്ട്. UDFിനുള്ളിൽ സ്വാധീനം ഉറപ്പാക്കുന്നതിനുള്ള അവസരമാക്കി പ്രതിപക്ഷ നേതാവ് VD സതീശനും സ്വാധീനം തിരിച്ചുപിടിക്കാൻ രമേശ് ചെന്നിത്തലയും ഇരുവശങ്ങളിൽ നിന്ന് മുന്നണി വിപുലീകരണ ചർച്ചകൾക്ക് നേതൃത്വം നൽകുകയാണ്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തണമെങ്കിൽ ഘടകകക്ഷികളുടെ പിന്തുണയും പ്രധാനം. ഇതുകൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇരു നേതാക്കളുടെയും തന്ത്രപരമായ നീക്കം. തിരുവനന്തപുരത്ത് നിന്ന് ഡാൻ കുര്യൻ, ന്യൂസ് 18. ഡാൻ കുര്യൻ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. ഡാന്, നമുക്കറിയാം മുന്നണി വിപുലീകരണം എന്നുള്ളത് UDFിന്റെ അജണ്ടയാണ്.
മധ്യകേരളത്തിലൊക്കെ കേരള കോൺഗ്രസിന്റെ മുന്നണി മാറ്റം എങ്ങനെ സ്വാധീനിച്ചു തെരഞ്ഞെടുപ്പ് പരാജയങ്ങളെ എന്നുള്ളത് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ ഏതാണ്ടൊരു രണ്ട് മനസ്സിൽ നിൽക്കുന്ന കേരള കോൺഗ്രസ് ഉണ്ട്, LDF-ൽ അവഗണന നേരിടുന്ന RJD ഉണ്ട്, PV അൻവർ ഉണ്ട്. അങ്ങനെ ഒരുപാട് സാധ്യതകൾ UDF-ന് മുന്നിലുണ്ട്. ഇനി ആരെ മുൻകൈ എടുത്ത് ചർച്ച നടത്തും എന്നുള്ള ചോദ്യം മാത്രമേ ബാക്കിയുള്ളൂ. രഞ്ജിത്ത്, ചർച്ചകൾ ഒരു വശത്തെ രഹസ്യമായി തന്നെ പുരോഗമിക്കുന്നു എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. ഔദ്യോഗികമായി ഒരു നേതാക്കളും ഇത് സ്ഥിരീകരിക്കുന്നില്ല എങ്കിലും ആ ചർച്ചകളൊക്കെ ഒരുപാട് നേരത്തെ തന്നെ തുടങ്ങിക്കഴിഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ അവരെ മുന്നണിയുടെ ഭാഗമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ നടക്കുന്നു എന്നതാണ് വസ്തുത. അതുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് രഹസ്യമായി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ നമ്മൾ റിപ്പോർട്ടിൽ തന്നെ സൂചിപ്പിച്ച പോലെ BDJS-നെ UDF-ന്റെ ഭാഗമാക്കുന്നതിന് വേണ്ടിയുള്ള ചർച്ചകൾക്ക് പ്രതിപക്ഷ നേതാവ് VD സതീശൻ തന്നെയാണ് നേതൃത്വം നൽകുന്നത് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന സൂചനകൾ. വെള്ളാപ്പള്ളി നടേശൻ BDJS NDAയുടെ ഭാഗമായി തുടരുന്നതിൽ എന്താണ് അർത്ഥമുള്ളത് എന്ന തരത്തിലുള്ള പരാമർശങ്ങൾ കഴിഞ്ഞ ആഴ്ചയായിരുന്നു നടത്തിയത്. അത് വലിയ തരത്തിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ്. അപ്പോഴും BDJS UDF-ന്റെ ഭാഗമാകുമോ എന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങൾ പരക്കുന്നുണ്ടായിരുന്നു. എന്തായാലും പ്രതിപക്ഷ നേതാവ് തന്നെയാണ് ഈ ചർച്ചകൾക്ക് രഹസ്യമായി നേതൃത്വം നൽകുന്നത് എന്നതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. അതിനു പുറമെയാണ് രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ ഹൈക്കമാൻഡിന്റെ കൃത്യമായ അറിവോടെ PV അൻവറിലൂടെ വടക്കൻ കേരളത്തിലെ ചില യുവ MLA-മാരെ കൂടി UDF-ന്റെ ഭാഗമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചർച്ചകൾ അതും രഹസ്യമായി തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം PV അൻവറിനെ എവിടെ പരിഗണിക്കും, അതാണ് കോൺഗ്രസ് ക്യാമ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശങ്ക. കാരണം നിലമ്പൂരിൽ ആര്യടൻ ഷൗക്കത്ത് എന്ന ഒരു പ്രബലനായ നേതാവിനെ മാറ്റിക്കൊണ്ട് PV അൻവറിനെ അവിടെ സ്ഥാനാർത്ഥിത്വം നൽകാമെന്ന ഉറപ്പിൽ UDF-ലേക്ക് കൊണ്ടുവന്നാൽ അത് വലിയ തരത്തിൽ പാർട്ടിക്കുള്ളിൽ പ്രശ്നങ്ങളുണ്ടാക്കും. അതുകൊണ്ട് തന്നെയാണ് ജില്ലയിൽ നിന്നുള്ള കോൺഗ്രസ് നേതാക്കൾ വരെ അതിനെ എതിർക്കുന്ന ഒരു സാഹചര്യവുമായി രംഗത്ത് വരുന്ന പശ്ചാത്തലമുണ്ടായത്. അവിടെ അമിക്കബിളായ ഒരു സെറ്റിൽമെന്റിലേക്ക് എത്തുന്നതിന് ഏത് തരത്തിലായിരിക്കും PV അൻവറിനെ പാർട്ടിയിൽ ഉൾക്കൊള്ളാനാവുക എന്ന തരത്തിലുള്ള ചർച്ചകൾ നേതൃതലത്തിൽ സജീവമായി പുരോഗമിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ കാര്യത്തിലടക്കം ഒരു ധാരണയിലെത്തേണ്ടതുണ്ട്. അതുകൊണ്ടാണ് PV അൻവറിന്റെ കോൺഗ്രസ് പ്രവേശനം അനിശ്ചിതമായി ഇങ്ങനെ തുടരുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യവും. അതോടൊപ്പം കൂട്ടി വായിക്കേണ്ട കാര്യമാണ് കേരള കോൺഗ്രസ് എമ്മുമായി ബന്ധപ്പെട്ട് നേരത്തെ മുതൽ തന്നെ വലിയ തരത്തിൽ അസംതൃപ്തരായാണ് അവർ LDF-ന്റെ ഭാഗമായി തുടരുന്നത് എന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങൾ വരുന്നു. അതിന് പിന്നാലെ വനനിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട നിലപാട് വ്യക്തമാക്കി ജോസ് കെ മാണി ഉൾപ്പെടെയുള്ളവർ മുഖ്യമന്ത്രിയെ നേരിട്ട് കാണുന്ന സാഹചര്യം. അപ്പോഴും ഔദ്യോഗികമായ പ്രതികരണങ്ങൾക്ക്, പരസ്യമായ പ്രതികരണങ്ങൾക്കൊന്നും ജോസ് കെ മാണിയോ അദ്ദേഹത്തിന്റെ അനുകൂലികളോ തയ്യാറായിട്ടില്ല. LDF-ൽ തന്നെ തുടരുമെന്ന് അവർ തന്നെ ആവർത്തിച്ച് പറയുന്ന സാഹചര്യം. അതിനിടയിലും ജോസ് കെ മാണി വിഭാഗത്തെ UDF-ന്റെ ഭാഗമായി തിരികെ UDF പാളയത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ ഊർജിതമായി നടക്കുന്നുവെന്ന വിവരമാണ് ലഭിക്കുന്നത്. കോട്ടയം, ഇടുക്കി ഉൾപ്പെടെയുള്ള ജില്ലകളിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF-നുണ്ടായ തിരിച്ചടി മറികടക്കാൻ കേരള കോൺഗ്രസ് എം കൂടിയോ ഒപ്പമുണ്ടാകണമെന്ന പൊതു വിലയിരുത്തൽ UDF ക്യാമ്പിൽ സജീവമായി തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ജോസ് കെ മാണി വിഭാഗത്തെ ഏത് വിധേനയും UDF-ലേക്ക് തിരികെ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള രഹസ്യമായ നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ജോസ് കെ മാണി വിഭാഗത്തിൽ തന്നെ ഒരു ചെറിയ അഭിപ്രായ ഭിന്നത നിലനിൽക്കുന്നു എന്നതാണ് വസ്തുത. റോഷി അഗസ്റ്റിൻ അദ്ദേഹം മന്ത്രിസഭാംഗമാണ്. അതുകൊണ്ട് പാർട്ടിയുടെ ഒരു പ്രതിനിധി നിലവിൽ സർക്കാരിന്റെ ഭാഗമായി മന്ത്രിസഭാംഗമായി തുടരുമ്പോൾ പൊടുന്നനെ അങ്ങനെ ഒരു നിലപാടിലേക്ക് പോകേണ്ട കാര്യമില്ല എന്ന നിലപാടിലാണ് റോഷി അഗസ്റ്റിൻ, N ജയരാജ് ഉൾപ്പെടെയുള്ള നേതാക്കൾ. N ജയരാജ് ചീഫ് വിപ്പ് കൂടിയാണ്. അദ്ദേഹവും റോഷി അഗസ്റ്റിനും ഇപ്പോൾ ഒരു മുന്നണി മാറ്റത്തിന് ശ്രമം വേണ്ട എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് എന്ന വിവരങ്ങളാണ് ലഭിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ UDF പാളയത്തിലേക്ക് എത്താനുള്ള ശ്രമങ്ങൾ ജോസ് കെ മാണി വിഭാഗവുമായി അനൌദ്യോഗികമായി നടത്തുന്ന ചർച്ചകളിൽ അങ്ങനെയൊരു ശ്രമങ്ങൾ ഉണ്ടായാൽ അതിനോട് റോഷി അഗസ്റ്റിന്റെയും N ജയരാജിന്റെയും തുടർ പ്രതികരണങ്ങൾ എന്താകും എന്നതടക്കമുള്ള കാര്യങ്ങൾ സംസ്ഥാന രാഷ്ട്രീയത്തിൽ, പ്രത്യേകിച്ച് മധ്യ കേരളത്തിൽ കേരള കോൺഗ്രസിന്റെ ഭാവി നിർണ്ണയിക്കുന്നതിലടക്കം നിർണായകമായി മാറും. നമുക്കറിയാം ഒരുപാട് തവണ പിളർന്നാണ് അത് ഈ ഒരു രൂപത്തിലായി നിൽക്കുന്നത്. അവിടെ വീണ്ടും ഒരു പിളർപ്പെന്ന് പറയുന്നത് അത് കേരള കോൺഗ്രസിന് താങ്ങാൻ കഴിയുന്നതായിരിക്കില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ പാർട്ടിക്കുള്ളിൽ ഉണ്ടാകുന്ന അഭിപ്രായ ഭിന്നതകൾ മറികടന്നുകൊണ്ട് ഒരു രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുക എന്ന ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ ഒരു സാഹചര്യത്തിലൂടെയാണ് കേരള കോൺഗ്രസ് എം നിലവിൽ പൊക്കോണ്ടിരിക്കുന്നത്. അവിടെ ഏതായാലും ജോസ് കെ മാണിയുടെ നിലപാട് നിർണായകമാകും. അവിടെ കേരള കോൺഗ്രസ് എം LDF വിടുമോ എന്ന കാര്യത്തിലൊക്കെ ഇനിയുള്ള ദിവസങ്ങളിൽ ചർച്ചകൾ സജീവമാവുകയും ചെയ്യും.